ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഏതാണ് നാലാമത്തെ ആക്ടിവിറ്റീസ് അല്ലെ? പേജ് നമ്പർ 56. ടേക്ക് എ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 56. അപ്പൊ അതിൽ നമ്മൾ ചുവന്ന നിറത്തിലുള്ള വാക്കുകൾ എടുത്ത് എഴുതുകയാണ് നാലാമത്തെ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതില് ഏതാണ് ചുവന്ന നിറത്തിൽ എഴുതിയത്? അതായത് ആശ്വാസത്തോടെ, പേടിയോടെ, ക്ഷമയോടെ, പ്രതീക്ഷയോടെ, നീരസത്തോടെ, ദേഷ്യത്തോടെ, അക്ഷമയോടെ, ശ്രദ്ധയോടെ, രുചിയോടെ, മടിയോടെ, കൊതിയോടെ, സ്നേഹത്തോടെ, ആർത്തിയോടെ, ഉത്സാഹത്തോടെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും വാക്കുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. താഴെ എടുത്ത് എഴുതിയ പദങ്ങൾ ഇതൊക്കെ നിങ്ങൾ എടുത്ത് എഴുതണം. വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ നല്ലതാണ്. എടുത്ത് നോട്ടിലേക്ക് എഴുതി വെച്ചോ കേട്ടോ വേണമെങ്കിൽ. എന്നിട്ട് എന്ത് എഴുതണം? അതിൽ എന്താണ് എടുത്ത് എഴുതിയ പദങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നാണുള്ളത് അല്ലെ? വാക്യത്തിൽ പ്രയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അഞ്ചാമത്തെ എന്താ പറഞ്ഞത്? കുരങ്ങന്റെ പ്രത്യേകതകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് അല്ലെ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ അറിയാം, കഥ നല്ലപോലെ മനസ്സിലായതാണ്. കുരങ്ങന്റെ പ്രത്യേകതകൾ താഴെ തന്നതില് എന്താണ്? അത്തിമരത്തിൽ പാർക്കുന്നു, മരം ചാടി കളിക്കുന്നു, പിന്നെന്താ? ആപത്ഘട്ടത്തിൽ ധൈര്യം കാണിക്കുന്നു, മികച്ച തന്ത്രം പ്രയോഗിച്ച് രക്ഷപ്പെടുന്നു. ഫസ്റ്റ് രണ്ടെണ്ണും ലാസ്റ്റ് രണ്ടെണ്ണും ഇതാണ് കുരങ്ങന്റെ പ്രത്യേകത. ബാക്കിയെല്ലാം നമ്മളെ മുതലയുടെ ഭാര്യയുടെതൊക്കെയാണത് അല്ലെ? അപ്പൊ നെക്സ്റ്റ് 6th ആക്ടിവിറ്റീസിൽ എന്താ? വേർതിരിച്ച് എഴുതുക എന്നാണ് പറഞ്ഞത്. ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതില് അമ്മ ഏതാണ് അമ്മയുടേത്? അച്ഛൻ. ഓക്കെ, അമ്മ അച്ഛൻ. നെക്സ്റ്റ് സഹോദരൻ സഹോദരി. സഹോദരി. ഭാര്യ ഭാര്യ ഭർത്താവ്. മുത്തച്ഛൻ മുത്തശ്ശി. മുത്തശ്ശി. നെക്സ്റ്റ് മകൾ മകൻ അല്ലേ? അച്ഛൻ അമ്മ. അമ്മ. ഇതെല്ലാം മിസ് ഇന്നലെ എഴുതി തന്നില്ലേ? എല്ലാം എഴുതുന്നോ? എല്ലാം ഇല്ല. അച്ഛൻ. അപ്പൊ അതെന്തുകൊണ്ടാണ് എഴുതാൻ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഒന്ന് ഇപ്പൊ അമ്മ എന്നുള്ളത് അച്ഛൻ എന്നാണ്. അപ്പൊ അച്ഛൻ എന്നുള്ളത് ഏതാണ്? അമ്മ അവിടെ ഉണ്ട്. പിന്നെ മുത്തശ്ശൻ നമ്മൾ എഴുതി, മുത്തശ്ശീന്ന് എഴുതിയിട്ടുണ്ട് താഴെ എടുത്തിട്ട്. അപ്പൊ മുത്തശ്ശിയുടെ മുത്തച്ഛൻ അല്ലെ? ഭർത്താവ് താണ്ടോ, ഭാര്യയുടെ ഭർത്താവ്. ഓക്കെ, അതിൽ താഴെ തന്നെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വേർതിരിച്ച് എഴുതിയേ വേണ്ടു. ഓക്കെ, അപ്പൊ മകൻ താഴെ, മകളുടേത് മകന് താഴെ തന്നിട്ടുണ്ട്, സഹോദരൻ സഹോദരി. അത് തന്നെ നോക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അത് എഴുതി തരേണ്ടത് ഇല്ലായിരുന്നു അല്ലെ? നെക്സ്റ്റ് ഏഴാമത്തത് കഥയ്ക്ക് ഉചിതമായ തലവാചകം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ നമുക്ക് ഇന്ന് ഇപ്രാവശ്യം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? കുരങ്ങനും മുതലയും ആണ് അല്ലെ? ഇതിന്റെ ഹെഡിങ് അല്ലെ? നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് എന്താണ്? കുരങ്ങനും മുതലയും ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കഥ ബേസ് ചെയ്ത് ഇതിന് ഒരു തലവാചകം കൊടുക്കാം. എന്ത്? ഈ മൂന്ന് ഇപ്പം തന്നിട്ടുണ്ടോ? ഏഴാമത്തതിലെ മരത്തിൽ കെട്ടിവെച്ച ഹൃദയം, ചതിയന് പിണഞ്ഞ അമളി, കളവിന് കൂട്ടുനിൽക്കരുത്. ഈ മൂന്ന് കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് അതിന് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എട്ടാമത്തത് ഖണ്ഡിക എഴുതുക എന്നാണ്. എന്താണ് അത്? നമുക്ക് വായിക്കാം. നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് മാതൃക പോലെ ഖണ്ഡിക എഴുതുക അല്ലെ? നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഒരു പാരഗ്രാഫ് എഴുതുക. ഖണ്ഡിക പറഞ്ഞ ഒരു പാരഗ്രാഫ്. അപ്പൊ എന്താണ് എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്, വായിക്കാതെ. സുഭാഷിണിയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പാഠങ്ങൾ പരസ്പരം ചർച്ച ചെയ്താണ് പഠിക്കുന്നത്. ഉച്ചഭക്ഷണം പങ്കിട്ട് കഴിക്കും. സങ്കടങ്ങൾ പരസ്പരം പറയും. ഞാൻ പറയുന്നത് അവൾ കേട്ടിരിക്കും. പ്രയാസം വരുമ്പോൾ ആശ്വസിപ്പിക്കും. കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. എനിക്ക് സന്തോഷമുണ്ടായാൽ അവളും സന്തോഷിക്കും അല്ലെ? ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പറ്റി എഴുതണം അല്ലെ? എന്താണ് ഈ സുഭാഷിണി എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് എഴുതുക അല്ലെ? ഏതെങ്കിലും ഒരാളെ പേര് എഴുതിയിട്ട് അവളാണ് എൻ്റെ ആര് ഏറ്റവും അടുത്ത കൂട്ടുകാരി, ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ? ഏതാണ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിച്ചാൽ അവരുടെ പേര് എഴുതിയിട്ട് അത്. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ? അപ്പോ നെക്സ്റ്റ് വരുന്നത് ഒമ്പതാമത്തതാണ്. എന്ത്? കഥ പൂർത്തിയാക്കുക എന്നാണ്.
നാണം കെട്ട് മുതല തിരിച്ചുപോയി. തുടർന്ന് എന്ത് സംഭവിച്ചിരിക്കാം? സങ്കല്പിച്ചെഴുതി കഥ പൂർത്തിയാക്കുക. അല്ലെ, നമ്മുടെ ഈ കഥയിൽ എങ്ങനെയാ? നാണം കെട്ട് മുതല തിരിച്ചുപോയി അല്ലെ. കുരങ്ങൻ ആപൽഘട്ടത്തിൽ ഒരു അപായം സൂത്രം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ആ സമയത്ത് നാണം കെട്ടില്ലേ മുതല? അപ്പൊ നാണം കെട്ട മുതല തിരിച്ചുപോയി. എന്നിട്ട് എന്താണ് അതിനുശേഷമുള്ള കാര്യങ്ങള് നിങ്ങൾ ഏകദേശം സങ്കല്പിച്ചെഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കണം മക്കളെ, നിങ്ങൾക്ക് ഭാഷാപരമായ കഴിവ് കൂടും. ഓക്കെ, അപ്പൊ അത്ര പോലെയാണ് അതിൽ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പാഠം അങ്ങ് കഴിഞ്ഞു. എല്ലാ മക്കളും ഈ ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ, വായിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ എത്ര പേര് വായിച്ചു ഇത്? എല്ലാവരും വായിച്ചോ? വായിക്കുന്നുണ്ടോ മക്കളെ നിങ്ങൾ ക്ലാസ് വീട്ടിൽ നിന്ന്? നല്ലപോലെ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം, എന്നാലേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂ. പിന്നെ അല്ലെങ്കിൽ വായിക്കാതിരുന്നു കഴിഞ്ഞാല് വായിക്കാൻ പറ്റാതെയാവും. ഓക്കെ, ചിഹ്നങ്ങളെല്ലാം ശ്രദ്ധിച്ച് അത് വായിക്കണം. ഓക്കെ, അപ്പൊ അടുത്തത് പാഠം 13 എന്ത്? പരുന്ത്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. നമുക്ക് ഇനി അത് കഴിഞ്ഞ് ഈ പാഠം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറിന് പരക്കം പായരുത്. എല്ലാം നിങ്ങൾ കൃത്യമായി ഗ്രൂപ്പിൽ ഇട്ട് തരുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കണം. അലൻ ഗ്രൂപ്പിന് ലെഫ്റ്റ് ആയിട്ട് കണ്ടല്ലോ, അലൻ പി സാംസണിന്റെ മോനെ ശരിയാക്കിയോ? ഇല്ല അല്ലെ. അലൻ വേറെ നമ്പർ ഇനി അതില് ആഡ് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ ശ്രീകുട്ടി മിസ് ഓഫീസിന്നേ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതില് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അല്ലെ. ഓക്കെ, അപ്പൊ അലന്റെ അല്ല ആ ഗ്രൂപ്പില് ഈ എന്റെ കയ്യില് പരുന്ത് അല്ലെ. പാഠം 13 പരുന്ത്. എന്താ പേര് പാഠത്തിന്റെ? പരുന്ത്. അറിയില്ലേ പരുന്തിന്റെ? എല്ലാവർക്കും ഇതാ അവിടെ കാണുന്നുണ്ട് പരുന്തിന് അല്ലേ. പാഠം 13 പരുന്ത്. അപ്പൊ പരുന്തിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് അല്ലെ. ഓക്കെ, പരുന്തിനെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരാള് അൺമ്യൂട്ട് ആയിട്ടുണ്ടല്ലോ മക്കളെ. ശ്രദ്ധിക്കുക. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽ നഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. ഊഴി തന്നാഴത്തിലുറ്റുനോക്കി ആഴിപ്പരപ്പിലും എത്തിയിടുന്നു. വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെന്നാകിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി മിസ് അത് പാടാം. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽ നഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. ഊഴി തന്നാഴത്തിലുറ്റുനോക്കി ആഴിപ്പരപ്പിലും എത്തിയിടുന്നു. വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെന്നാകിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. അപ്പൊ പരുന്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കോഴിക്കുഞ്ഞിലൊക്കെ റാഞ്ചി പിടിക്കുന്ന ആളാണ് അല്ലെ പരുന്ത്. അതുപോലെ മീനുകളെയൊക്കെ അതൊക്കെ ഇതിൽ പറയുന്നു അല്ലെ. അപ്പൊ
ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വെൺമേഘ വായിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഞാൻ വായിക്കുന്നതാണ്, ശ്രദ്ധിക്കണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത്, ആരാധ്യാൻ ടെക്സ്റ്റിൽ നോക്കിയേ. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. അല്ലെ? 4 ലൈനാണ്, ഒന്നുകൂടി വായിക്കാം. 4 ലൈൻ. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത്, വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. അല്ലെ? 4 ലൈൻ മനസ്സിലായോ? വായിക്കാൻ ഒന്നുകൂടി. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശ നൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. അല്ലെ? കേമനാണ് എന്നാണ് ആ 4 ലൈനിൽ പറയുന്നത്. വെൺമേഘം, അല്ലെ? വെളുത്ത മേഘങ്ങൾക്ക് അപ്പുറത്ത് നിന്ന്, ഇത് അപ്പുറത്ത് ആകാശ നൗകയെ പോലെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് ആകാശ നൗക എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തിലൂടെ പോകുന്ന നൗക, അല്ലേ? ഏതാണ് നൗക? പറഞ്ഞ എന്താണ്? തോണിയിൽ തുഴഞ്ഞു പോകുന്ന സംഭവം. അപ്പൊ ആകാശത്തിലേ പോകുന്നത് എന്താണ്? ആകാശത്തിലെ ഏത് വാഹന പോവും? ആകാശത്തിലെ വിമാനം, അല്ലെ? ആകാശ നൗക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിമാനം, അല്ലെ? ആകാശ നൗക, ആകാശത്തിലേ പോകുന്നത്. അപ്പൊ വിമാനം. ഓക്കെ. അപ്പൊ വെൺമേഘജാലങ്ങൾക്ക് അപ്പുറത്ത് എന്ത്? ആകാശ നൗകയെ പോലെ എന്നും, ആകാശ നൗകയെ പോലെ അമ്പരം ചുറ്റി പറന്നിടുന്ന, അമ്പരം ആകാശം, അല്ലെ? അമ്പരം ആകാശം എന്നാണ് അർത്ഥം. അമ്പരം, വാനം, ആകാശം, മാനം, ഇതൊക്കെ ആകാശത്തിന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ, പകരം പദങ്ങളാണ്. ഏതൊക്കെ? വാനം, മാനം, ഇതൊക്കെ. അപ്പൊ അമ്പരം എന്ന് പറഞ്ഞ ആകാശം. അമ്പരം എന്ന് പറഞ്ഞ വസ്ത്രം കൂടി ഒരു അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ ആകാശം എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കേമനാണ് എന്നർത്ഥം, അല്ലെ? കേമനാണ് എന്ന് പറഞ്ഞപ്പോ ആകാശത്തില് വിമാനം പറക്കുന്നത് പോലെ പറക്കുകയാണ്, അല്ലെ? ആര്? ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളാണ് ആര്? പരുന്ത്, അല്ലെ? അല്ലെ? നിങ്ങൾ പരുന്തിനെ കാണാറില്ലേ? പരുന്ത് ഉയരത്തിലായിരിക്കും പറക്കുക, പക്ഷെ എന്നാലും താഴെ നമ്മുടെ കോഴിക്കൂട്ടിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വരെ അത് കാണും, അല്ലെ? അപ്പൊ അതിനെ വരെ റാഞ്ചി അത് കൊണ്ടുപോകും. അതുപോലെ ഏതെവിടെ വഞ്ചിയിലുള്ള തഞ്ചത്ത് റാഞ്ചി പറന്നിരുന്നു മീനുകളെ, റാഞ്ചി തോടുകളിലുള്ള മീനുകളെ പോലും അത് റാഞ്ചി പറക്കും. അപ്പോ വളരെ ഹൈറ്റിലാണ് ഉയർന്ന് പറക്കുന്നെങ്കിലും വിമാനത്തിനടുത്തില്ല കേട്ടോ. അത് അതുപോലെ വിമാനത്തിനെ പോലെ ഉയരങ്ങളിൽ പറക്കുന്നതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ ഏത്? വെൺമേഘജാലങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ആകാശനൗകയെ പോലെ എന്നും, അതായത് വിമാനത്തിലെ പോലെ അമ്പരം ചുറ്റി പറക്കുന്ന, ആകാശത്തില് ചുറ്റിപ്പറക്കുന്ന ചക്കിപ്പരുന്ത് ആരാണ്? കേമനാണെന്നാണ് പറഞ്ഞത്. ആ 4 ലൈൻ. നെക്സ്റ്റ്, കണ്ണുകൾ, ചുണ്ടുകൾ, കാൽ നഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും. അല്ലെ? കണ്ണുകൾ, പിന്നെയോ ചുണ്ടുകൾ, കാൽ നഖങ്ങൾ. നഖങ്ങളൊക്കെ ഇങ്ങനെ കൂർത്തിട്ടാണ്, അല്ലെ? ഓക്കെ, ഇങ്ങനെ നല്ല നഖങ്ങൾ ഉണ്ടാവും, കൂർത്ത. കണ്ടെന്നാൽ ആരും, അത് കണ്ടു കഴിഞ്ഞാൽ ആരും ഭയന്നു പോകും, അല്ലെ? പേടിച്ചു പോകും, അല്ലെ? ഇപ്പോ ഇതിലെന്താ പറഞ്ഞത്? ജീവിതത്തിൽ നമ്മൾ ഉയരങ്ങളിൽ എത്താനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? എല്ലാവരും അത് നിങ്ങൾ ആരായാലും നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ഉയരങ്ങളിലേക്ക് പറന്നെത്താനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പോ വിമാനങ്ങളെ പോലെ മേഘക്കൂട്ടങ്ങൾക്ക് അപ്പുറത്ത് കൂടി പറക്കുന്ന കേമനായ പരുന്ത് ഏതിലും മീതെ പറക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെ? അപ്പൊ വിമാനങ്ങളെ പോലെ മേഘക്കൂട്ടങ്ങൾക്ക് അപ്പുറത്തായി എന്ത്? അപ്പുറത്ത് കൂടി പറക്കുന്ന ആര്? പരുന്ത്. എന്താ ആഗ്രഹിക്കുന്നത്? കേമനായ പരുന്ത് എന്താ ആഗ്രഹിക്കുന്നത്? ഏറ്റവും മീതെ, അതായത് ഏറ്റവും മീതെ തന്നെയാണ് പറക്കുന്നത്, അതിലും മീതെ പറക്കാനാണ് ആര്? പരുന്ത് ആഗ്രഹിക്കുന്നത്, അല്ലെ?
നമ്മളെല്ലാരും അങ്ങനെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്, ഉയരങ്ങളിലേക്ക് പറക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. അതുപോലെ ആണ് പരുന്ത് അല്ലെ, അതാണ് അതിന് പറയുന്നത്. അപ്പൊ എന്തെങ്ങനെയാണ് പ്രത്യേകത പറഞ്ഞത്? കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും അല്ലെ. കണ്ണുകളും ചുണ്ടുകളും കാൽനഖങ്ങളും ഒക്കെ കാണുമ്പോൾ എന്താണ് നിഹാര? ക്ലിയർ ഇല്ല, കേൾക്കുന്നില്ല മക്കളെ? അപ്പൊ കണ്ണുകളും ഇപ്പൊ ഓക്കെയാണോ? കണ്ണുകളും ചുണ്ടുകളും കാൽനഖങ്ങളും ഒക്കെ കാണുമ്പോ ആരും പേടിച്ച് ഭയന്നു പോകും എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്? ഏതിലും മീതെ പറന്നിടാനോ ഏതിലും മീതെ പറന്നിടാനാണ് ഏറെ കൊതിക്കുന്നത് എന്ന് മിസ് പറഞ്ഞത്. ജീവിതത്തിൽ എല്ലാവരും ഉയരങ്ങളിൽ എത്താനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വെൺമേഘങ്ങൾക്കപ്പുറത്ത് പറന്നു കളിക്കുന്ന ആരെയും പരുന്ത് പോലും എന്താ ആഗ്രഹിക്കുന്നത്? ഇനിയും മുകളിലേക്ക് പറക്കാനാണ് അല്ലെ. അതാ പറഞ്ഞത്, ഏതിലും മീതെ, എല്ലാറ്റിനും മീതെ പറന്നിടാനാണ് ഏറെ കൊതിക്കുന്നത് എന്നുമാരെ പരുന്ത്. ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും ഒട്ടും അല്ലെ. കുറച്ചു പോലും ഏറിയ നേരം, അധിക നേരം പറന്നാലും ഏശില്ല, ഒട്ടും അവന് ഏശില്ല, എന്ത്? ക്ഷീണം. അതാ പറഞ്ഞത്. ഏറിയ നേരം കുറെ നേരം പറന്നു കഴിഞ്ഞാലും ആർക്ക്? പരുന്തിന് തെല്ലും ക്ഷീണമില്ല അല്ലെ, ക്ഷീണം ഏശുന്നേ ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഏശുക പറഞ്ഞ ഏൽക്കുക അല്ലെ, ഏശുക ഏൽക്കുക, തെല്ല് പോലും അവന് ക്ഷീണം ഏൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്ര പേരെ വരി ഒന്നുകൂടി പാടാം. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണേ. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. എന്താ പറഞ്ഞത്? അപ്പൊ മേഘങ്ങൾക്ക് അപ്പുറത്ത് വിമാനത്തിനെ പോലെ അമ്പരം, ആകാശം ചുറ്റി പറക്കുന്ന ചക്കിപ്പരുന്ത് വലിയ കേമനാണ് അല്ലെ. പിന്നെ എങ്ങനെയാ അവനെ കണ്ടാല്? കണ്ണുകളും ചുണ്ടുകളും കാൽനഖങ്ങളും ഒക്കെ കണ്ടാല് എല്ലാവരും ഒന്ന് ഭയന്നു പോകും. പിന്നെയോ ഏതിലും മീതെ, എല്ലാറ്റിനും മീതെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഉയരങ്ങളിൽ പറക്കാൻ തന്നെയാണ് ആര്? പരുന്തും ആഗ്രഹിക്കുന്നത്. ഇതിലും മീതെ പറക്കാനാണ് ആര്? പരുന്തും കൊതിക്കുന്നത്. പിന്നെന്താ പറഞ്ഞേ? ഏറിയ നേരം പറന്നാലും, കുറെ സമയം പറന്നു കഴിഞ്ഞാലും അവന് തെല്ലുപോലും കുറച്ചുപോലും ക്ഷീണം ഏൽക്കില്ല എന്നാണ് അത്രപ്പേർ ലൈനിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയ മക്കളേത്? ഓക്കെ, അപ്പൊ ഒന്നുകൂടി അത് പറയാ, ശ്രദ്ധിക്കുക, വായിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണേ. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. ഓക്കെ, അത്രയും ലൈനാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അല്ലെ. ഓക്കെ, മനസ്സിലാവാതില്ലല്ലോ മക്കളേത്? അപ്പൊ അതിന്റെ അർത്ഥം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അതില് ആകാശനൗക എന്ന് പറഞ്ഞ വിമാനം എന്നാണ് അർത്ഥം. ആഴി സമുദ്രം, അത് എത്തുന്നതേ ഉള്ളൂ. ഊഴി ഭൂമി, അത് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. ഏശുക കേൾക്കുക, അത്രയും അതിൽ അർത്ഥം പറഞ്ഞിട്ടുള്ളൂ അല്ലെ. പിന്നെന്താണ്? അമ്പരം ആകാശം അല്ലെ. ആകാശനൗക നമ്മൾ പറഞ്ഞു വിമാനം. ഓക്കെ, അത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ്? ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താനാണ് നാം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വിമാനങ്ങളെ പോലെ മേഘക്കൂട്ടങ്ങൾക്ക് അപ്പുറത്തു കൂടി പറക്കുന്ന കേമനായ പരുന്തു ആഗ്രഹിക്കുന്നത് എന്താണ്? ഏതിലും മീതെ പറക്കാനാണ് അല്ലെ ഇഷ്ടപ്പെടുന്നത്. വിടർന്ന ഉരുണ്ട കണ്ണുകളും എന്തും കൊത്തിവലിക്കാൻ
എന്ത് കരുത്തുമുള്ള അല്ലെ, അങ്ങനെയല്ലേ അതിന്റെ കണ്ണുകളും ചുണ്ടുകളും ഒക്കെ കാൽനഖങ്ങളൊക്കെ പരുന്തിന്റെ. എന്താണ് വിടർന്ന ഉരുണ്ട കണ്ണുകളും പിന്നെയോ എന്തും കൊത്തിവലിക്കാൻ കരുത്തുള്ള എന്ത് മൂർച്ചയേറിയ കൊക്കും തന്റെ ശരീരത്തിന്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഇരകളെ റാഞ്ചിയെടുത്ത് പറക്കാൻ കഴിയുന്ന കാൽനഖങ്ങളും അല്ലെ. അവന്റെ ശരീരത്തിനും എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഇരകളെ പോലും റാഞ്ചിയെടുത്ത് വലിക്കാൻ പാകത്തിലുള്ള അങ്ങനത്തെ പറക്കാൻ കഴിയുന്ന കാൽനഖങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത്ര വരെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റാൻസുകള് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. ഓക്കെ, വായിക്കാൻ മനസ്സിലായോ എല്ലാവർക്കും? ഒന്ന് ആരാധ്യ പ്രജിത്ത് വായിച്ചേ. ആരാധ്യ വായിച്ചോ. എന്താ പാഠത്തിന്റെ പേര്? പരുന്ത്. പരുന്ത്. ഓക്കെ, അടുത്ത വായിച്ചോ. അക്ഷരങ്ങൾ നോക്കിയേ. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് മേഘജാലത്തിലപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അടുത്തല്ലേ അമ്പരം ചുറ്റിപ്പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണേ. കണ്ണുകൾ നോക്കി വായിക്കേ. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ, കണ്ടെന്നാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏതിലും മീതെ പറന്നിടാനാണ് ആര് പരുന്ത് ഏറെ കൊതിക്കുന്നത്. അയച്ചോ, ഒന്നുകൂടി വായിക്കേ. ഏതിലും മീതെ മീതെ മുകളില് മീലെ അല്ല മീതെ, മുകളിൽ നിലർത്ഥം. മീതെ പറന്നിടാനാണ് പറന്നിടാനേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. ക്ഷീണം അവനെ തെല്ലും. ഓക്കെ, നെക്സ്റ്റ് ആരോൺ. ആരോൺ സ്റ്റക്കാണോ? അനൻ പി സാംസൺ ഒന്ന് വായിച്ചേ.
അലൻ അലൻ പി സാംസൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. അത് വായിക്കണ്ട മോനെ. പരുന്തിൽ തന്നെ ഫസ്റ്റ് മുതൽ നമ്മൾ എടുത്ത ഭാഗങ്ങൾ. മേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശ നൗകയെ പോലെ എന്നും അമ്പരിപ്പിക്കും അമ്പരം ചുറ്റി പറന്നിടുന്ന ഒരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും ഏറെ കൊതിക്കുന്നതെന്നുമെന്നും ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. ഞാൻ വായിക്കാം. ഓക്കെ, അലൻ വായിച്ചെന്നാലേ. പരുന്ത്. വെൺമേഘജാലങ്ങൾക്കപ്പുറത്തെ ആകാശ നൗകയെ പോലെ എന്നും അമ്പരം ചുറ്റിപ്പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവനെ തെല്ലും. മതി അതുവരെ. ഇനി നെക്സ്റ്റ് നിദ ഫാത്തിമ. നിദ. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആഘോഷനൗകയെപ്പോലെയെന്നും അമ്പരം ചുറ്റിപ്പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാലൊരു ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും ഏറിയ നേരം പറന്നാലും ഏശില്ല ക്ഷീണമാണെന്ന് തെല്ലും. ഓക്കെ, നെക്സ്റ്റ് സിദ്ധാന്ത് കൃഷ്ണ. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശ നൗകയെ പോലെയെന്നും
പറന്നിടുന്നു ചെക്കിപ്പറന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാന് ആണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറെ കൊതിക്കുന്നതെന്നുമെന്നും. പറന്നെന്നാലും ക്ഷീണം അവന് തെല്ലും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വായിക്കട്ടെ. ആരാ? ഏഞ്ചൽ. ഓക്കെ, വായിച്ചു. പാഠം 13. പരുന്ത്. വെണ്ണേകജാലങ്ങൾക്കപ്പുറത്ത് ആകാശ നൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണേ. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാന നേരെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവനു തെല്ലും. ഓക്കെ, നെക്സ്റ്റ് നിഹാര. പാഠം 13. പരുന്ത്. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെപ്പോലെയെന്നും അമ്പരം ചുറ്റിപ്പറന്നിടും ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാലാരും ഭയന്നിടും. ഏതിലും മീതെ നീടുന്ന ആണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറിയ നേരം പറന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. ഞാൻ വായിക്കട്ടെ. ആരാ? ആരോണിനെ നേരത്തെ വിളിച്ചു. വായിച്ചോ. ഇപ്പൊ കട്ടാവുമേ. വായിച്ചു. വെൺമേഘജാലങ്ങൾ അപ്പുറത്ത് ആകാശ നൗകയെ പോലെ എന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണേ. അപ്പൊ ഒരുപാട് കുട്ടികൾ വായിക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എല്ലാരെ കൊണ്ടും വായിപ്പിക്കുവേ. അപ്പൊ വായിച്ചിട്ട് വരണം, നല്ലപോലെ വായിച്ചിട്ട് വരണേ. ഓക്കെ, ഇനി 1 മിനിറ്റേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വായിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ബൈ. ബൈ, സി യു. ബൈ. ബൈ. Bye, Miss. ഓക്കെ, ബൈ.